ജ്യോതിഷപ്രകാരം കഴിഞ്ഞ ഇലക്ഷനിൽ 5 കൊല്ലത്തിൻ്റെ ഇത് ഞാൻ പറഞ്ഞിരുന്നു. അത് 321 ആണ് പറഞ്ഞത്. പക്ഷേ 331 കിട്ടി. അതിന് പാർലമെൻറ്റിൽ നിന്ന് എനിക്ക് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും മോദിജിയെ കാണാം, എനി ടൈം വെൽക്കം എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്. അതായത് നമ്മൾ പ്രഡിക്ഷൻ ചെയ്ത് അപ്പം തന്നെ കമ്പ്യൂട്ടറിൽ ഉടനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ റിസൾട്ട് വരുമ്പോഴും എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. അപ്പോൾ വളരെ നല്ല ഒരു ശക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 383 ആണ് നമ്മുടെ ഒരു ജ്യോതിഷപ്രകാരമുള്ള പ്രഡിക്ഷൻ വെച്ചിരിക്കുന്നത്. 383 to 420 വരെയൊക്കെ വരാം, അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ എന്നാലും 383 കഴിഞ്ഞതിന് ഒരു 400-നുള്ളിലും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ BJPക്കും NDA നല്ല ഇതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് പൊതുവെ 383 എന്ന് പറഞ്ഞാൽ ഞാനൊരു ന്യൂമറോളജി കണക്ക് വെച്ചിട്ട് ഏകദേശം കണക്കാക്കുമ്പോൾ അത്രയും തന്നെ വരുന്നുണ്ട്. എന്തായാലും 400-ൻ്റെ മുകളിലും എത്താം. പക്ഷെ അത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ 383 ഉറപ്പായിട്ടുണ്ടാവും, യാതൊരു സംശയവും. അല്ല, മോദിജി എന്ന് പറഞ്ഞാൽ ഒരു ശ്രീകൃഷ്ണ അവതാരമാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ കേരളത്തിന് വേണ്ടി അങ്ങേയറ്റം നല്ല ഒരു സ്ത്രീകൾക്കും എല്ലാ ജനവിഭാഗങ്ങളും എല്ലാവർക്കും വേണ്ടി നല്ലപോലെ കഷ്ടപ്പെട്ട് ഓരോ പദ്ധതികൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ജനനന്മയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ജോലികളും നമുക്കൊക്കെ കുറേ അഭ്യസ്ത വിദ്യർക്കൊക്കെ ജോലിയും നമുക്ക് നേടിത്തരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ. അതുപോലെ ഒരുപാട് നല്ല നല്ല സ്ഥാപനങ്ങളിലൊക്കെ യുവ പ്രതിഭകൾക്കൊക്കെ ജോലി കൊടുക്കാനായിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ നല്ല കാര്യങ്ങളാണ് മോദിജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP നല്ല രീതിയിൽ മുന്നോട്ട് പോകും, യാതൊരു സംശയമില്ല. അതിനിപ്പോൾ റോഡ് വികസനങ്ങളൊക്കെ ഇദ്ദേഹം മനസ്സിൽ കണ്ടിട്ട് അത് തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ഈ പ്രകൃതി അനുകൂലമായിട്ടും പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മോദിജി വളരെ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളും കലാപരമായിട്ടുള്ള രീതിയിലും കുറേ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് അവർക്കും ആ യുവ പ്രതിഭകൾക്കും, അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം സ്കോളർഷിപ്പ് വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ KS രാധാകൃഷ്ണൻ അവർകൾ എന്ന് പറഞ്ഞാൽ അധ്യാപകനൊക്കെ ആയിരുന്നു, വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു മാറ്റത്തിന് വേണ്ടി നമ്മൾ വൻ പ്രതീക്ഷയാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം നല്ലത് വരും. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ CPM-ൻ്റെ ഇതെല്ലാം വളരെ തെറ്റായ ഓരോ ധർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മകളും കൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ പല ആൾക്കാരും CPM-ൻ്റെ എല്ലാം റിമാർക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അവർക്കും ദോഷങ്ങളുണ്ടാവാനാണ് സാധ്യത.